പമ്പയിലെത്തിച്ചേർന്ന തങ്കയങ്കി ഘോഷയാത്ര 6:15 ശബരിമല സന്നിധാനത്തെത്തും. തങ്കയങ്കിയെ സ്വീകരിക്കാൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. 5:15 തങ്കയങ്കി യാത്രയ്ക്ക് ശരംകുത്തിയിൽ സ്വീകരണം നൽകും. സന്തോഷുണ്ട് വിശദാംശങ്ങളുമായി. സന്തോഷ്, ഘോഷയാത്ര 5:15 ആരംഭിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ, ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ, ദേവസ്വം ബോർഡ് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ എങ്ങനെ? നന്ദു, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ശബരിമല സന്നിധാനമുള്ളത്. മണ്ഡല മഹോത്സവത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്കാണ് ശബരിമല സന്നിധാനം ഇപ്പോൾ കടന്നിരിക്കുന്നത്. തങ്കയങ്കി ഘോഷയാത്ര ശരംകുത്തിയിൽ നിന്നും സന്നിധാനത്തേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. ഈ ശരംകുത്തിയിൽ നിന്നും പുറപ്പെടുന്ന ഈ ഘോഷയാത്രയെ സന്നിധാനത്ത് വെച്ച് കൊടിമരത്തിന് സമീപം വെച്ച് ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും ചേർന്ന് ആചാരപരമായിട്ടുള്ള സ്വീകരണം നൽകും. അതിനുശേഷം തങ്കയങ്കി തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്കയങ്കി ഏറ്റുവാങ്ങി സോപാനത്ത് ശ്രീകോവിലിനകത്തേക്ക് കൊണ്ടുപോകുകയും അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുകയും ചെയ്യും. 6:40 കൂടിയാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുന്നത്. ഏറ്റവും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഈ ദീപാരാധന 6:40 തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന, അതിനുശേഷം ഭക്തജനങ്ങൾക്ക് തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ തൊഴാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായിട്ടുണ്ട്. 22-ാം തീയതി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് ഉച്ചയോടുകൂടിയാണ് പമ്പയിൽ എത്തിച്ചേർന്നത്. പമ്പയിൽ വെച്ച് ദേവസ്വം മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് തങ്കയങ്കി ഘോഷയാത്രയെ അവിടെ നിന്നും സ്വീകരിച്ചു. അതിനുശേഷം പമ്പ ഗണപതി കോവിൽ പിന്നിട്ട് തങ്കയങ്കി ഘോഷയാത്ര അവിടെ നിന്നും 3 മണിക്ക് ശേഷമാണ്, 3:30 പമ്പ ഗണപതി കോവിൽ നിന്നും സന്നിധാനത്തേക്കുള്ള യാത്ര ആരംഭിച്ചത്. അല്പസമയം മുൻപ് ശരംകുത്തിയിലെത്തിയ ഈ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ദേവസ്വം ജീവനക്കാർ ചേർന്നുകൊണ്ട്, അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളിലുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ ആചാരപരമായിട്ടുള്ള സ്ഥാനീയരുമെല്ലാം കൂടി ചേർന്നുകൊണ്ട് തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ശരംകുത്തിയിൽ വെച്ച് സ്വീകരണം നൽകി. അല്പസമയത്തിനകം സന്നിധാനത്തേക്ക് ഈ തങ്കയങ്കി ഘോഷയാത്ര എത്തിച്ചേരുകയാണ്. തങ്കയങ്കി ഘോഷയാത്രയെ 18-ാം പടി കയറി കൊടിമര ചുവട്ടിലേക്ക് എത്തുന്ന തങ്കയങ്കി ഘോഷയാത്രയെ ഇവിടെ വെച്ചാണ് ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകുന്നത്. അതിനുശേഷം സോപാനത്തിനകത്തേക്ക് ഈ കയറുന്ന തങ്കയങ്കിയെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിക്കുകയാണ് ചെയ്യുക. ഈ ക്രമീകരണങ്ങൾ, തങ്കയങ്കി ഘോഷയാത്ര ഇവിടേക്ക് കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ പമ്പയിൽ നിന്ന് ഏർപ്പെടുത്തിയിരുന്നു. 11 മണിക്ക് ശേഷം തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിട്ടില്ല. 5 മണിക്ക് ശേഷമാണ് പിന്നീട് തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിച്ചത്. ഇനി ഇവിടെ എത്തിയിട്ടുള്ള തീർത്ഥാടകർ നടപ്പന്തലിൽ കാത്തുനിന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന തൊഴുക എന്നുള്ളത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി കരുതുന്ന അവസരമാണ്. എല്ലാവർക്കും അതിനുള്ള അവസരം സാധാരണഗതിയിൽ ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കുകയും 6:40 ദീപാരാധനയ്ക്ക് ശേഷം തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ തൊഴാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ തീർത്ഥാടകരുള്ളത്. ഈ ഒരു സമയത്ത് 6:40 സ്വാമി പ്രവേശനം ഇല്ല. ശേഷം മാത്രമേ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹത്തിൽ തൊഴാനുള്ള അനുമതിയുള്ളൂ. നിൽക്കുന്നുണ്ട്. 6:40 ശേഷം അവരെ വീണ്ടും സന്നിധാനത്തേക്ക് കടത്തിവിടുകയും ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കി നൽകുകയും ചെയ്യും. ഇപ്പോൾ സന്നിധാനത്ത് ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരും, അതോടൊപ്പം തന്നെ ആചാരപരമായിട്ടുള്ള സ്ഥാനീയരും പോലീസും മാത്രമാണുള്ളത്. 6:40 ശേഷം മാത്രമായിരിക്കും തീർത്ഥാടകർക്ക് ഇവിടേക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. ഏതായാലും തങ്കയങ്കി ഘോഷയാത്ര ഇപ്പോൾ ശരംകുത്തിയിൽ നിന്നും സന്നിധാനത്തേക്ക് തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സന്നിധാനത്തേക്ക് ഈ തങ്കയങ്കി ഘോഷയാത്ര എത്തിച്ചേരും. ഇവിടെ ഈ 18-ാം പടിക്ക് മുകളിലാണ് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ആദ്യം തങ്കയങ്കിക്ക് സ്വീകരണം നൽകുന്നത്. അതിനുശേഷം സന്തോഷാണ് സന്നിധാനത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശരംകുത്തിയിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ തന്നെ തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. 6:45 തന്നെ ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും നടക്കും.